ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡേവിഡ് റിവ്യൂസ്. അപ്പോൾ നമ്മുടെ അല്ലു അർജുൻ്റെ ഏറ്റവും പുതിയ പടം, നമ്മൾ ഒരുപാട് ഹൈപ്പിലിരുന്ന പടം പുഷ്പ 1ൻ്റെ അടുത്ത ഭാഗം പുഷ്പ 2. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ഇതാ വന്നിട്ടുണ്ട്. ട്രെയിലർ ലോഞ്ചിങ്ങിനൊക്കെ ബീഹാറിലും കണ്ട ഭയങ്കര അടിയും കലിപ്പുമൊക്കെ ആയിരുന്നു. അമ്മാതിരി ജനത്തിരക്കുമായിരുന്നു. നമ്മളെ വിജയ് മാനാട് വിളിച്ച അതിനും മാത്രം തിരക്കുണ്ടാകും ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചിങ്ങിന്. അപ്പോൾ എല്ലാവരും ലോകമെമ്പാടുമുള്ള ആളുകൾ കാത്തിരുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ ട്രെയിലർ. അപ്പോൾ എന്തായാലും ട്രെയിലർ വന്നിട്ടുണ്ട്. എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാ. നമ്മളെ ഫാസ്റ്റിലാണെങ്കിൽ ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. പുള്ളിക്കാരൻ അറിയാമല്ലോ, മറ്റേ ഒരു ലെവലായിരുന്നു. അപ്പോൾ അത് ഇതിൽ വരുമ്പോൾ എന്തൊക്കെ ആയിരിക്കും കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് മറ്റേ KGF-ൻ്റെ 2ൻ്റെ ഷൂട്ട് റിലീസായ സമയത്ത് KGF 2 റിലീസായി അതിൻ്റെ ഇത് വന്നപ്പോഴത്തേക്ക് ഒരു ഷൂട്ടിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്ക്രിപ്റ്റിനെ വീണ്ടും പൊളിച്ചെഴുതി എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരുപാട് പോസ്റ്റൊക്കെ കണ്ടിരുന്നു. അപ്പോൾ എന്തൊക്കെ ആവുന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടുപോകാം. ആണോ ഒരു പ്രശ്നമല്ല, പവറിനെ പേടിയില്ല. അവന്റെ ഉള്ളിലെന്തോ തട്ടിയിട്ടുണ്ട്. पुष्प 2.5 अक्षर, नाम छोटा है लेकिन साउंड बहुत बड़ा. പേര് ചെറുത് പക്ഷെ സൗണ്ട് വലുതാണ്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. പുഷ്പ എന്നത് ഒരു പേര്. പോലീസ് സ്റ്റേഷൻ സീന് KGF-നകത്ത് ചെന്ന് മറ്റേ ഗോൾഡ് എടുക്കാൻ വേണ്ടി പോണ സാധനം. സംതിങ് ഫിഷി. പുഷ്പ ഒരു ബ്രാൻഡാ. പുഷ്പ ബ്രാൻഡാണ്, മനസ്സിലായില്ലേ? നമ്മളെ വോൾക്സ്വാഗൻ അതുപോലെയൊക്കെയുള്ളൊരു ബ്രാൻഡാണ് പുഷ്പ. ശ്രീവല്ലി എന്റെ ഭാര്യയാണ്. ഭർത്താവ് ഭാര്യയുടെ വാക്ക് കേട്ട എന്താ ഉണ്ടാവാന്ന് അയാൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. പാസം ഉണ്ടാകുന്നോ? ഇതെന്തൊരു പാട്, ഇതെന്തരടേ. 1 കയ്യായിരുന്നു, ഇപ്പൊ കാലായി. ഇനി ഇതിന്റെ അടുത്ത ഭാഗം കാണും എന്നാണ് തോന്നുന്നത്. അടുത്ത ഭാഗം കാണുകയാണെങ്കിൽ ഇനി എന്തൊരിട്ടൊക്കെ ആക്കുമെന്ന് അറിഞ്ഞൂടാ. കാണിക്കണോ എന്ത്? KGF ഇതായിരിക്കും ക്ലൈമാക്സ് കേട്ടോ. KGF 3 എന്ന് പറഞ്ഞാൽ പുഷ്പ 3യുടെ ക്ലൈമാക്സ് തുടക്കം ഇതായിരിക്കും. വെള്ളത്തിൽ പോണോട്ട് പാർട്ടി ഉണ്ട് പുഷ്പ, പാർട്ടി ഉണ്ട് പുഷ്പ. മറ്റേ പാർട്ടി ഇല്ലേ പുഷ്പ എന്നായിരുന്നു. ഇതില് പാർട്ടി ഉണ്ട് പുഷ്പ. അപ്പൊ കലിപ്പ് തുടങ്ങി. പാർട്ടി ഉണ്ട്. സാധനം ഒന്ന് ബാക്കടിച്ചു പോകാം. എന്താടാ അത്? ചെരുപ്പ് മാലയൊക്കെ ഇട്ട് തോളയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ എന്തൊരു വിഷയമുണ്ട്. ചെരുപ്പ് മാലയൊക്കെ തോളയിട്ടിരിക്കുന്നു, പകുതി മുടി ഒടിച്ചിരിക്കുന്നു. ഇത് അല്ലു അർജുൻ തന്നെ. കണ്ടിട്ട് അല്ലു അർജുൻ ആണെന്ന് പോലും തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് VFX ആണോ? ഇല്ലേ, മോൻ കണ്ടിട്ട് അല്ലു അർജുൻ ആണെന്ന് തോന്നുന്നില്ല. എന്തൊരു പാടോ, നോക്കാം. ഇത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അടി കഴിഞ്ഞിട്ടായിരിക്കും കേട്ടാ. മറ്റേ ഈ സാരി വേഷത്തിൽ ഒരു അടി ഉണ്ടല്ലോ, ആ അടിയൊക്കെ കഴിഞ്ഞിട്ട് അടി കൊണ്ടവന്മാരുടെ ചെരുപ്പിനെയൊക്കെ എടുത്ത് തോളിയിട്ട് പിന്നെ തലമുടി എവിടെ പോയത് അത് മനസ്സിലാവുന്നില്ല. നോക്കാം. എനിക്ക് അർഹതപ്പെട്ട കാശ് അത് കാലണയോ അരയണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി 7 കടലും 7 മലയും കടക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാണ് പുഷ്പയുടെ പോളിസി. ഫോസിലില്ല പറന്നു പോയത്. അതിന് മുമ്പ് മറ്റേ ഡയലോഗ് കേട്ടാ, 7 അണ അരയണയാണെങ്കിൽ ഞാൻ യാത് കടലും താണ്ടി വരലാണ് എൻ്റെ പരിപാടി എന്ന്.
ഈ ഡയലോഗ് സെയിം മലയാളത്തിൽ ഉണ്ട്, അറിയാമോ? എൻ്റെ 2 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി 5 ലക്ഷം രൂപ വരെ മുടക്കാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഡയലോഗ്. അതിൻ്റെ ഒരു തെലുങ്ക് വേർഷനാണെന്ന് പറഞ്ഞിട്ട് തെലുങ്കിൽ നിന്ന് കൺവേർട്ട് ചെയ്ത സാധനം വന്നേ. അയ്യോ ഫഹദ് ഫാസിൽ ഏറിപ്പോണേ. സൂപ്പർമാന്റെ ചട്ടി ഇട്ടെന്ന് ചന്ദ്രനെ പിടിക്കാൻ പോണോ? പോകും പോലെ പോണോ? നോക്കിയാണ് പോണ പോക്ക്. പുഷ്പ നാഷണൽ ആണെന്ന് കരുതണ്ട, ഇന്റർനാഷണൽ. പുഷ്പ നാഷണൽ അല്ല കേട്ടോ, പുഷ്പ ഇന്റർനാഷണൽ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇത് ഇപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ, നോക്കാം. ഫയർ എന്നല്ലേ? വൈൽഡ് ഫയർ. അപ്പൊ പുഷ്പ എന്ന് പറഞ്ഞാൽ ഫയർ അല്ല, ഇപ്പം പുതിയ സാധനം വന്നിരിക്കുകയാണ്, വൈൽഡ് ഫയർ. കാട്ടുതീ, അതാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. കാട്ടുതീ കൊള്ളാം. ഈ വക ഡയലോഗുകൾ നാഷണൽ അല്ല ഇന്റർനാഷണൽ. പിന്നെ അതിന് മുമ്പ് ഒരു ഡയലോഗ് ഉണ്ടാകും. ഈ സാധനമൊക്കെ പാവപ്പെട്ട സന്തോഷ് പണ്ഡിറ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പം. ഇതിൽ വന്നപ്പോൾ കൈയടിക്ക് ആളുണ്ടാവും. നാഷണൽ അല്ല ഇന്റർനാഷണൽ. അത് സന്തോഷ് പണ്ഡിറ്റ് ഡയലോഗ് ഉണ്ടല്ലോ, ക്രീം ബിസ്ക്കറ്റിൽ ക്രീം ഉണ്ടെന്ന് കരുതി എന്തോ ഒരു ബിസ്ക്കറ്റിൽ അതോട്ടോ എന്നൊക്കെ ചോദിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ. അയ്യോ, എന്തായാലും കളർഫുള്ളാണ് കേട്ടോ സംഭവം. കളർഫുള്ളാണ്, ഒരു ഓളം തന്നെ ആയിരിക്കും. പിന്നെ അറിഞ്ഞൂടാ, ഇപ്പൊ ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റൂല. ഒരു പടം ഇപ്പൊ വന്ന് കങ്കുവ, അത് ഭയങ്കരമായിട്ടുള്ള ഹൈപ്പും ഭയങ്കര സാധനമൊക്കെയാണ്. ഇതിന്റെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ മേളിൽ ഭയങ്കര ഹൈപ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും പടം വരട്ടെ. പടം വന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് നല്ല സ്ഥിരം, എനിക്ക് തോന്നുന്നു നമ്മളെ ബൺവർ സിംഗും അല്ലു അർജുനും കൂടെ തമ്മിലുള്ള ഒരു പോരാട്ടം ആണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. എന്തായാലും കിടിലം, മേക്കിംഗ് ഒക്കെ കിടിലമായിരിക്കും. ഒരു തെലുങ്ക് പടം കണ്ടാൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെയൊക്കെ മേക്കിംഗ് ഒക്കെ അന്യായ സാധനമായിരിക്കും. ബാക്കി കഥയൊന്നും ഇതിനകത്തൊന്നും പ്രതീക്ഷിക്കേണ്ട, കഥയൊന്നും നോക്കണില്ല. സംഭവം സെറ്റായിരിക്കും, കളർഫുള്ളാണ് സാധനം. പക്ഷെ ഇതാണ്, എന്തായാലും നോക്കാം. അല്ലു അർജുൻ്റെ വഴിക്ക് പോട്ടെ, ഫഹദ് ഫാസിലിൻ്റെ വഴിക്ക് പോട്ടെ. നമുക്ക് നമ്മുടെ വഴിക്കും പോവാം. ഓക്കെ, ബൈ.